ഹലോ ഗൈസ്, നല്ല തണുപ്പുള്ള വൈബിലേ ചിക്കനും ഫിഷൊക്കെ ഗ്രില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് തായ്ഫിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ വ്യാഴാഴ്ച ഡ്യൂട്ടി കഴിഞ്ഞ് രാത്രി 11 മണിക്ക് ശേഷമാണ് ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ ചുരമില്ലാത്ത വഴികളിലൂടെയാണ് കേട്ടോ പോകുന്നത്. പോകുന്ന വഴിക്ക് ഇത് നമ്മുടെ റസൂലിൻ്റെ 9ാമത്തെ ഭാര്യ മൈമൂന ബീബിൻ്റെ ഖബർസ്ഥാനാണ്, മക്ബറയാണ്. അവിടെ ഇറങ്ങി സലാം പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ പോകാൻ എത്തുന്നതിൻ്റെ ഒരു 10-15 കിലോമീറ്റർ മുന്നേ ആണ് കേട്ടോ ഈ മക്ബറ ഉള്ളത്. എന്തായാലും സലാം പറഞ്ഞ് ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി യാത്ര തുടർന്നു കേട്ടോ. ഒരു 2 മണിക്കൂറൊക്കെ യാത്ര ചെയ്തതിന് ശേഷം ഞങ്ങളൊന്ന് റീഫ്രഷ് ആവാൻ വേണ്ടിയിട്ട് ഒന്ന് കാറിൽ നിന്നൊക്കെ ഒന്ന് ഇറങ്ങിട്ടോ. ഒന്ന് ചായയൊക്കെ കുടിച്ച് ഒന്ന് ഫ്രഷ് ആവാമെന്ന് വിചാരിച്ചു. കാറിൽ നിന്ന് ഇറങ്ങിയപ്പോഴാണ് ഗൈസ് തായ്ഫ് എത്തിയിട്ടൊന്നുമില്ല, ഭയങ്കര തണുപ്പാട്ടോ, ഒടുക്കത്തെ തണുപ്പാണ്. പൊതുവേ എനിക്ക് ചായ ഇഷ്ടമല്ലെങ്കിലും ഇതുപോലെ തണുത്ത ഒരു ക്ലൈമറ്റിലൊക്കെ കുറച്ചൊക്കെ കുടിക്കാൻ ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ചായയൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതുപോലെ നമ്മൾ ഇടയ്ക്കിടയ്ക്കൊക്കെ നിർത്തി എൻജോയ് ചെയ്തിട്ടാണ് കേട്ടോ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ 2 ഫാമിലി ഒരുമിച്ചാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ നമ്മൾ ചായ കുടിയൊക്കെ കഴിഞ്ഞ് ജസ്റ്റ് ഒന്ന് കുട്ടികളൊക്കെ ഒന്ന് ഓടി കളിച്ചൊന്ന് ഫ്രഷായി. ഇനി നമുക്ക് വീണ്ടും പോവാം. അങ്ങനെ കുറച്ച് നേരത്തെ യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ വീണ്ടും നിർത്തിയിട്ടുണ്ട് കേട്ടോ. കുട്ടികൾക്കൊക്കെ ഒന്ന് ടോയ്ലറ്റിലൊക്കെ ഒന്ന് പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ നിർത്തി ടോയ്ലറ്റിലൊക്കെ ഒന്ന് പോയി ഫ്രഷായി അവിടുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും പോവാണ് കേട്ടോ. തണുപ്പൊരു രക്ഷയില്ല. തായ്ഫ് എത്തുന്തോറും തണുപ്പ് കൂടി വരികയാണ് കേട്ടോ. ഞങ്ങൾ പ്ലാൻ എന്താ വെച്ചാൽ അൽ ഷഫയിലേക്ക് ഏറ്റവും ടോപ്പിലേക്ക് പോകാനാണ്. അപ്പോൾ അവിടെ എത്തിയിട്ട് വിറക്കാൻ പോവാണ് ഗൈസ്. അപ്പോൾ അവിടെ എത്തട്ടെ. അല്ല, വിറക്കാത്ത ആൾക്കാര് വിറക്കും എന്നതിനുള്ളൊരു വെറുതെ കേട്ടോ, വെറുതെ ഇതിൽ ക്യാമറയിൽ ഇട്ടിട്ടില്ല. ആടാ ആ കോട പോകുന്ന കണ്ടില്ലേ ഗൈസ്? ആ കാണുന്ന ഏറ്റവും ടോപ്പ് മലേൻ്റെ മുകളിലായിരുന്നു ഞങ്ങൾ. അവിടെ നിൽക്കാൻ പറ്റാത്തതുകൊണ്ട് ചുടാൻ പറ്റാത്തതുകൊണ്ട് കുറച്ച് താഴെ ഇറങ്ങിയതാട്ടോ. നല്ല കോടയും അതിനനുസരിച്ചുള്ള കാറ്റുമാണ്. അപ്പോൾ ഇവിടെ കുറച്ച് കാറ്റിനൊരു കുറവുണ്ട്. അപ്പോൾ ഇവിടുന്ന് ചൂടാന്ന് വിചാരിച്ചു കുറച്ചും കൂടി താഴെ ഇറങ്ങിയതാണ് കേട്ടോ. ചിക്കനും ഫിഷും ഗ്രില്ലും മസാലകളും എല്ലാം ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചുടാനുള്ള പരിപാടിയാണ്. വളക്ക് തരാം. അതൊക്കെ ഒന്ന് എടുക്കട്ടെ, ഇനി മിസ്സാകുമോ. പൊളിച്ചെടുക്കും അല്ലേ? വെള്ളം കുറച്ചുകൂടി ഒക്കെ ഉണ്ടേ, കുറച്ച് നല്ല ഒഴിക്കി. ഓക്കെ അമ്മനോ അവിടെ വേറെ പാത്രം അടുത്തോളന്ന. എന്റെ കയ്യുമ്പോ വെള്ളാക്കല്ലട്ടോ മോനെ, പെരുന്തണുപ്പാണേ. കത്തിച്ച് കിട്ടിയില്ലേ? ലൈറ്റ് കിട്ടിയില്ലേ? ചായന്റെ പാത്രം തന്നെ. ജഗ്ഗൽ ഇതല്ലേ ജവന? അതെ അതെ അതന്നെ. വേഗടിന്റെ കൈ സൂപ്പറായിരിക്കണം. ഇതാണ് ഞമ്മളത്. എപ്പിടി ഇருக்கு, നല്ല വലിപ്പുണ്ട്. കണ്ടിട്ടോ
നോക്ക് രണ്ട് വീണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ മിസ്റ്റർ ബാക്കുട്ടി ആദ്യമായി മീനിൽ മസാല കൂട്ടുകയാണ്. അതിന്റെ ഗമിയൊന്നുമില്ല. ഫുള്ളാണ് അപ്പുറത്തും ആക്കിക്കളി. എടാ ആവി കാണില്ല, ഒന്നുകൂടെ കാണില്ല. സെലി ഇവിടെ മെനക്കെട്ട് നോക്കുന്നുണ്ട് കത്താന്, പക്ഷെ കത്തുന്നില്ല. കനല് കത്താഞ്ഞിട്ട് ഒരുപാട് നേരം വൈകിട്ടോ ഗൈസ്. നേരം വെളുത്തു തുടങ്ങി. ഒരു രക്ഷയില്ലാത്ത വൈബാണ്, ആസ്വദിച്ചുകൊണ്ട് നിൽക്കുകയാണ്. കനല് കത്തിപ്പിടിക്കാൻ ഒരുപാട് നേരമായി. ഇവിടെ ഫോട്ടോഷൂട്ടൊക്കെയാണ് കാര്യമായിട്ട് നടക്കുന്നത്. ഏതായാലും കനലൊക്കെ എപ്പോൾ കത്തിയായി. ഞങ്ങൾ ചിക്കനും ഫിഷൊക്കെ ഗ്രില്ല് ചെയ്ത് എപ്പോൾ കഴിക്കുന്നു ഒരു ഐഡിയ ഇല്ല. എന്തായാലും രാത്രി നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് ഇടയ്ക്കിടയ്ക്ക് സ്നാക്സും കാര്യങ്ങളും ചായയൊക്കെ കുടിച്ചുകൊണ്ട് വിശക്കണമൊന്നുമില്ല. എന്തായാലും കനലൊക്കെ കത്തട്ടെ, എന്നിട്ട് കാണിക്കാം. എന്തായാലും തണുപ്പും വ്യൂവും ഒക്കെ നല്ല ഒടുക്കത്തെ ഒരു വൈബ് തന്നെയായിരുന്നു ഗൈസ്. ഒരു രക്ഷയില്ല. ഞങ്ങൾ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വന്നതാട്ടോ. അവരവിടെ തീയൊക്കെ കത്തിക്കുന്നുണ്ട്. തണുപ്പ് കാരണം കൊണ്ട് തീ കത്തിപ്പിടിക്കാൻ കുറച്ചൊരു പണിയാണ്. അതുകൊണ്ടാണ് കനൽ നല്ല എല്ലാ കനലിലേക്കും ആവണമല്ലോ. അപ്പോൾ ആ സമയം കൊണ്ട് നമ്മളിതാ ഇങ്ങനെ വീഡിയോസൊക്കെ എടുത്ത് ഇങ്ങനെ നടക്കുക കേട്ടോ. എന്തായാലും ഗൈസ് ഞങ്ങളെ കനലൊക്കെ റെഡിയായി വരുന്നുണ്ട്. അപ്പോൾ നമ്മളെ തൊട്ടപ്പുറത്തൊരു പാകിസ്ഥാനികൾ വന്നിട്ടുണ്ട് കേട്ടോ, ടെൻ്റ് അടിച്ചിട്ട്. അവരവിടെ നല്ല പാട്ടൊക്കെയാണ്. അതിൻ്റെ അപ്പുറത്ത് സൗദികളോ ആരോ ഉണ്ട്. രണ്ട് ടെൻ്റ് ഉണ്ട് കേട്ടോ അവിടെ. പക്ഷെ നമ്മൾ നല്ല ഫോട്ടോ എടുക്കലാണ്. കനലിൻ്റെ ചൂട് കാരണം ഇതിൻ്റെ അടുത്തുനിന്ന് മാറാൻ തോന്നുന്നില്ല. നല്ല സുഖം. വേഗായിക്കൂലേ എന്തു ഭംഗി ആകാശമേ നിന്നെ കാണാൻ. ഓ എന്താ വൈബ്. നല്ല ചിക്കൻ ചുടല്, നല്ല ആകാശം. എടാ ഈ അവിടക്ക് വീഴും ഇങ്ങോട്ട് പോര്. എടാ ചെറുതെവിടെ ചെറുത്. തണുപ്പ് സഹിക്ക വയ്യാതെ ഈ ചെറുത് ഇതിന്റെ ഉള്ളിൽ. എടി ചെറുതേ ഇങ്ങോട്ട് നോക്കൂ. ചെറുത് മൂന്നും തണുപ്പ് സഹിക്ക വയ്യാതെ ഇതിന്റെ ഉള്ളിലാണ്. ഓ മാഷാല്ലാ, വാവ് വാവ്. വ്യൂ പൊളി. ചിക്കൻ ഏകദേശം ഇവിടെ ആയി. പാട്ട് പാടുന്നുണ്ട്. ഇവിടെ ഗൈസ് നല്ല പാട്ടാണ്. പാകിസ്ഥാനികള് നല്ല പാട്ട്. 45 രാവിലെ തിന്നാൻ പറഞ്ഞ സുബൈക്ക് തിന്നാൻ പറഞ്ഞ കോഴി വന്ന് കാര്യം എത്തിച്ചപ്പോ നുഹർബാങ്ക് കൊടുത്തു. നുഹർബാങ്ക് ആയിട്ടില്ല, ഇപ്പൊ ആകും. മിന്നടാ തവള ഭാസ്കര മിന്ന്. എനിക്ക് അതൊന്ന് മേത്തിൽ മൂടാ മതി. നാലോട്ട് പൊട്ടല്ലേ ചീത്ത വരുമ്പോ മേത്തറിഞ്ഞ് പോയിട്ടേക്ക് പൂണാ മതി. നാലോട്ട് എല്ല് പൊട്ടും. കരിന്തള്ളേ ഞാൻ പറഞ്ഞെടുക്കും. ഞാൻ പോയിട്ട് അറബിയിൽ തർജ്ജമ ചെയ്ത് കൊടുക്കും. അത് ഉറപ്പാണ്. കരിന്തള്ളേണോലോ. അത് വന്നാണ്ടല്ലോ സലീം എന്താട്ടെന്നറിയോ, ഒരു കോഴിക്കാല അതിന്റെ വായിക്ക. ഫസ്റ്റ് ചായ ഫസ്റ്റ് എനിക്ക് മോനെ മാരി വൈബാണിത്.
ജിലു സ്വർഗം എന്നൊക്കെ പറഞ്ഞ ഇതല്ലേ? ഇതാണ് സ്വർഗം ഗായ്സ്. സെൽഫി ആക്കാൻ ഇറങ്ങും. ഗൈസ് ആ തള്ള പോവാണ് ഗൈസ്. ഞങ്ങളെ ശല്യം സഹിക്ക വയ്യാതെ ഈ തള്ള പോവാണ്. ഞങ്ങളതല്ലോ ഇവിടെ ഒരു പാകിസ്ഥാനുണ്ട്, ഭയങ്കര പാട്ട്. അപ്പൊ ആ പാട്ട് കേട്ട് സഹിക്ക വയ്യാതെ ഇവര് പോവാണ് ഗൈസ്. ഇവർ രണ്ടുപേരും മലയാളം അറിയാത്തോണ്ട് ഭാഗ്യം, പാവം. അങ്ങനെ ഗൈസ് വ്യൂ നോക്കൂ, ഗൈസ് വ്യൂ നോക്കൂ, ഒരു രക്ഷയില്ല. മാഷാ അല്ലാ തബാറക്കല്ലാ. അല്ലാ പിന്നെ ആ തള്ളാന്ന് പറയണേ. തരൂ തരൂ എടാ പൊള്ളു. Cheers, cheers. Cheers.